ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയെ വിളിച്ച സംഭവം നിങ്ങൾക്കറിയാമോ? ശരീരത്തിൽ ചിപ്പ് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി തെർമോമീറ്റർ കാണിച്ച് പ്രേക്ഷകരെ പറ്റിച്ച ഒരു തമിഴ് സിനിമയും അത് മണ്ടത്തരമാണെന്നറിഞ്ഞിട്ടും അതുപോലെ കോപ്പി അടിച്ചു വെച്ച മറ്റൊരു മലയാള സിനിമയും ഉണ്ട്. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനയിച്ച ഒരു മലയാള സിനിമ നിങ്ങൾക്കറിയാമോ? ഇലക്ഷനെ ബാധിച്ച ഒരു മലയാള സിനിമ നിങ്ങൾക്കറിയാമോ? ഇത്തരത്തിൽ അധികം ആർക്കും അറിയാതെ പോയതും എന്നാൽ വളരെ രസകരവുമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പതിവുപോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. വർഷം 2010. പ്രശസ്ത ഗാനരചയിതാവായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ആദ്യമായി ഒരു മലയാള സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിലെ നായകനായിട്ട് ആരെയാണ് തീരുമാനിച്ചതെന്നറിയാമോ? ഫേമസ് പാകിസ്ഥാനി സ്വിംഗ് പേസ് ബോളറായ മുഹമ്മദ് ആസിഫിനെ. വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ? അതായത് കൈതപ്പുറം സംവിധാനം ചെയ്യാൻ തീരുമാനിച്ച സിനിമയുടെ കഥ ഇങ്ങനെയാണ്. ഒരു പാകിസ്ഥാനി ക്രിക്കറ്റർ ഒരു പ്രധാന ഉദ്ദേശത്തോടു കൂടി കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലേക്ക് എത്തിപ്പെടുന്ന അയാൾ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. തുടർന്നുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുന്നു. എന്നാൽ ഈ സിനിമയിൽ മുഹമ്മദ് ആസിഫിനെ നായകനാക്കാൻ തീരുമാനിച്ച സമയത്താണ് 2010 കോഴ കേസിൽ മുഹമ്മദ് ആസിഫിനെ ക്രിക്കറ്റിൽ നിന്ന് ബാൻ ചെയ്യുന്നത്. പിന്നീട് പാകിസ്ഥാൻ ബാറ്ററായ മുഹമ്മദ് ഹഫീസിനെ നായകനാക്കാൻ തീരുമാനിച്ച് കുറെ സീനുകൾ അദ്ദേഹത്തെ വെച്ച് ഷൂട്ട് ചെയ്തെങ്കിലും പിന്നീട് പാകിസ്ഥാന് വേണ്ടി ക്രിക്കറ്റ് കളിക്കാൻ അദ്ദേഹത്തിന് തിരികെ പോകേണ്ട അവസ്ഥ വന്നു. ഇവരെയെല്ലാം കോൺടാക്ട് ചെയ്തത് പാകിസ്ഥാനി ക്രിക്കറ്റ് താരമായ ഷാഹിദ് അഫ്രീദിയിലൂടെയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ സിനിമയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ ശ്രീശാന്ത്, കപിൽ ദേവ്, റോജർ ബിന്നി, റോബിൻ സിംഗ് കൂടാതെ 1983 വേൾഡ് കപ്പ് വിക്കറ്റ് കീപ്പറായ സായിദ് കിർമാനി എന്നിവരും അഭിനയിച്ചിരുന്നു. കോഴയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ സിനിമയിൽ പരാമർശിക്കുന്നതുകൊണ്ട് ശ്രീശാന്തിന്റെ ചില പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. ഈ സിനിമയുടെ പേര് മഴവില്ലിനറ്റം വരെ എന്നാണ്. അങ്ങനെ ഒടുക്കം ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെയും കിട്ടാത്തതുകൊണ്ട് പാകിസ്ഥാനി കനേഡിയൻ നടനായ അബ്ബാസ് ഹസനെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായി സിനിമയിൽ അഭിനയിപ്പിച്ചത്. സിനിമയിലെ നായികയായി അഭിനയിച്ചത് അർച്ചന കവിയായിരുന്നു. ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടത്തിയത് മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു. ഈ സിനിമ ഷൂട്ട് ചെയ്ത് റിലീസായെങ്കിലും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല സിനിമയുടെ പ്രിന്റ് ഇപ്പോൾ അവൈലബിൾ ഒന്നുമല്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഉന്നൈ നിനൈത്ത്. 2002 പുറത്തിറങ്ങിയ സൂര്യ സിനിമയാണ് ഉന്നൈ നിനൈത്ത്. ഈ സിനിമയിലെ എന്നെ താലാട്ടും സംഗീതം എന്ന പാട്ട് 90s കിഡ്സ് ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കേട്ടൊരു സോങ് ആണ്. സൂര്യയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരുന്നു ഇത്. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇതൊരു വിജയ് സിനിമയായിരുന്നു? വിജയെ വെച്ചായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്തത്. എന്തിനു പറയാൻ, എന്നെ താലാട്ടും സംഗീതം എന്ന പാട്ട് വരെ വിജയെ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വിജയ്ക്ക് പെട്ടെന്ന് തിരക്ക് വന്നപ്പോൾ ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം സംവിധായകൻ വിക്രമൻ പ്രശാന്തിനെ വെച്ച് പ്ലാൻ ചെയ്തെങ്കിലും പിന്നീട് സൂര്യയിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. എന്നാൽ 2002 റിലീസ് ചെയ്ത ഈ സിനിമ 23 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അതിന്റെ സംവിധായകൻ അന്ന് വിജയെ വെച്ച് ഷൂട്ട് ചെയ്ത എന്നെ താലാട്ടും സംഗീതം എന്ന പാട്ടിന്റെ ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. വിജയെ വെച്ച് ഷൂട്ട് ചെയ്ത ആ ഒരു പാട്ടിന്റെ ക്ലിപ്പ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അറബിയും ഒട്ടകവും പി മാധവൻ നായരും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു എഴുത്തുകാരന്റെ ഭാവനയിലൂടെ ഒരു മലയാള സിനിമയിൽ പറഞ്ഞൊരു കാര്യം വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മലയാള സിനിമയിലെ പ്രധാന കഥയായി വരുന്നു. എന്നാൽ ഈ രണ്ടാമത്തെ സിനിമയുടെ കഥയിൽ സിനിമാറ്റിക്കായി അവർ ഉൾപ്പെടുത്തിയ ഒരു സംഭവം പിന്നീട് റിയൽ ലൈഫിൽ അതേപടി സംഭവിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞത് കൺഫ്യൂഷൻ ആയെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാക്കാം. 2011 പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ് അറബിയും ഒട്ടകവും പി മാധവൻ നായരും. സിനിമയിലെ ഒരു ഭാഗത്തായി മുകേഷ് മോഹൻലാലിനോട് പറയുന്ന ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ട്. ഒരു കൊലയാളി ആളെ കൊന്നിട്ട് വീപ്പയ്ക്കുള്ളിൽ മെറ്റലും സിമെന്റും കൊണ്ട് നിറച്ച് ആരും കണ്ടെത്താതിരിക്കാൻ വേണ്ടി ഡെഡ് ബോഡി കടലിൽ കൊണ്ട് താഴ്ത്തുമെന്ന് പറയുന്നുണ്ട്. കൊന്നിട്ട് ശവം വലിയ ടാർ വീപ്പയ്ക്കകത്തിടും, എന്നിട്ട് മെറ്റലും സിമെന്റും കൊണ്ട് നിറയ്ക്കും. ഇരു ചെവി അറിയാതെ കടലിൽ കൊണ്ടുപോയി തള്ളും. എന്നാൽ ഈ സിനിമ ഇറങ്ങി കൃത്യം 7 വർഷങ്ങൾക്ക് ശേഷം 2018 ഒരു വീപ്പയ്ക്കുള്ളിൽ ഒരാളെ കൊന്ന് അതിനു മുകളിൽ കല്ലും സിമെന്റും നിറച്ച അവസ്ഥയിൽ കൊച്ചിയിൽ കണ്ടെത്തിയിരുന്നു. അത് പിന്നീട് 2021 കോൾഡ് കേസ് എന്ന സിനിമയിൽ ആ ഒരു ആശയം ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. കോൾഡ് കേസിൽ സിനിമാറ്റിക്കായി അവർ ഉൾപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവ് ഫ്രിഡ്ജിനുള്ളിലിരുന്ന് പൊട്ടിത്തെറിച്ച് കൊലയാളിയെ കൊലപ്പെടുത്തുന്ന രംഗം. എന്നാൽ ഈ സിനിമ പുറത്തിറങ്ങി കൃത്യം 3 വർഷങ്ങൾക്ക് ശേഷം 2024 ബാംഗ്ലൂരിൽ ഒരു ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് മരണം സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ബാംഗ്ലൂരിലെയും കൊച്ചിയിലെയും ഈ 2 കേസുകളും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ബാംഗ്ലൂരിലെ മഹാലക്ഷ്മി എന്ന പെൺകുട്ടിയെ കൊന്ന് കഷ്ണമായി ഫ്രിഡ്ജിൽ ഒളിപ്പിക്കുകയും പിന്നീട് ആ ഫ്ളാറ്റിൽ ആ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുകയും ആ ഒരു ഫ്ളാറ്റിൽ താമസിക്കാൻ വരുമ്പോൾ ഫ്രിഡ്ജിനുള്ളിൽ പ്രേതമുണ്ടെന്ന് താമസക്കാർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു കേസ് ബാംഗ്ലൂർ ഫ്രിഡ്ജ് മർഡർ കേസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ 2024 സംഭവിച്ച ഈ ഒരു ബാംഗ്ലൂർ കേസിലെ അതേ സംഭവം തന്നെയാണ് 2021 കോൾഡ് കേസിലും കാണിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, കോൾഡ് കേസിൽ പറയുന്ന കൊച്ചിയിൽ നടന്ന റിയൽ ലൈഫിലെ കൊലപാതകത്തിലെ പ്രതി പോലീസ് തന്നെ പിടിക്കുമെന്നുള്ള ഭയത്താൽ ജീവനൊടുക്കുകയും ചെയ്തിരുന്നു. ഇതുപോലെ തന്നെയാണ് ബാംഗ്ലൂർ കേസിലെ പ്രതിയും ജീവനൊടുക്കിയത്. അതുമാത്രമല്ല, ഈ 2 കൊലപാതകങ്ങളുടെയും കാരണം അവിഹിത ബന്ധമായിരുന്നു.
അങ്ങനെ ഒരു സിനിമയിൽ പറഞ്ഞ ഒരു ഫിക്ഷണൽ കാര്യം പിന്നീട് ഭാവിയിൽ മറ്റൊരു സിനിമയിൽ വരികയും അത് പിന്നീട് റിയൽ ലൈഫിൽ സംഭവിക്കുകയും ചെയ്യുന്നു. എന്താലേ. ഇന്നസെന്റ്. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഇന്നസെന്റ് എന്ന നടനെക്കുറിച്ച് നമ്മൾ അധികം അറിയാതെ പോയിട്ടുള്ള ഹിഡൻ ഫാക്റ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ കണ്ട് ഒരുപാട് ആസ്വദിച്ച മലയാള സിനിമയിലെ ചില കഥാപാത്രങ്ങളുടെ പേരുകൾ ഇന്നസെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഗൂർഖ കഥാപാത്രമാണ് ഭീം സിംഗിന്റെ മകനായ റാം സിംഗ്. മോഹൻലാലിന്റെ ഗൂർഖ കഥാപാത്രത്തിന് എന്ത് പേര് കൊടുക്കണമെന്നുള്ള ടെൻഷനിലിരിക്കുമ്പോഴാണ് ഇന്നസെന്റ് പറഞ്ഞത് റാം സിംഗ് എന്ന പേര് കൊടുക്കാമെന്ന്. മോഹൻലാൽ ഗൂർഖയായിട്ട് അഭിനയിച്ചൊരു റാം സിംഗ്, ആ പേരും ഞാൻ തന്നെയാണ് കൊടുത്തത്. മറ്റൊരു സിനിമയാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത തേന്മാവിൻ കൊമ്പത്ത്. സിനിമയിലെ ശോഭനയുടെ കഥാപാത്രത്തിന് തിരക്കഥ എഴുതി കഴിഞ്ഞെങ്കിലും ഒരു പേര് കിട്ടിയിരുന്നില്ല. ആ സമയത്തും ഇന്നസെന്റ് ആണ് കാർത്തുമ്പി എന്ന പേര് നിർദ്ദേശിച്ചത്. ആ ഒരു പേര് ഇന്നസെന്റിന് കിട്ടിയത് വേറെ എവിടെ നിന്നുമല്ല. ഇന്നസെന്റിന് കർണാടകത്തിലെ കൂർഗിൽ ഒരു തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു. ആ തീപ്പെട്ടി കമ്പനിയിലെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേരായിരുന്നു കാർത്തുമ്പി. താങ്കൾ സമ്മാനിച്ചതാണ് പേര്? ഞാൻ സമ്മാനിച്ചതാണ് കാർത്തുമ്പി. കാർത്തുമ്പി ഒരു കറുത്ത പെണ്ണാണ്, പക്ഷെ സുന്ദരിയാണ് അവിടെ. അങ്ങനെ ഇതുവരെ മുഖമുള്ള കഥാപാത്രങ്ങൾക്ക് പേര് കൊടുത്തെങ്കിലും മുഖം കാണിക്കാത്ത കഥാപാത്രത്തിനും ഇന്നസെന്റ് സിനിമയിൽ പേര് കൊടുത്തിട്ടുണ്ട്. ആനച്ചന്തം എന്ന സിനിമയിലും ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയിലും ഇന്നസെന്റ് ആവർത്തിച്ചു പറയുന്ന കളത്തിങ്കൽ കല്യാണി എന്നുള്ള പേര് ഇന്നസെന്റ് കയ്യിൽ നിന്നിട്ട് ഹിറ്റാക്കിയ പേരാണ്. കളത്തിങ്കൽ കല്യാണി ഈ രാജ്യത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. നമ്മുടെ കളത്തിങ്കൽ കല്യാണിയുടെ മോണില്ലേ വിലാസനല്ലേ. അതോടൊപ്പം മോഹൻലാൽ സിനിമയായ വരവേൽപ്പിൽ ഇന്നസെന്റ് ഒരു ബസ് ഡ്രൈവറുടെ കഥാപാത്രത്തിലാണ് അഭിനയിച്ചത്. ബസ്സാണ് സിനിമയുടെ പ്രധാന കഥാപാത്രമെങ്കിലും സിനിമയിൽ മുഴുവൻ ബസ് ഓടുന്ന രംഗങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ആ രംഗങ്ങളിലെല്ലാം ബസ് ഓടിച്ചത് സാക്ഷാൽ ഇന്നസെന്റ് തന്നെയായിരുന്നു. രവീന്ദ്രൻ മാഷ്. 80കളിലും 90കളിലും 2000-ന് തുടക്കത്തിലും മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച അതുല്യനായ സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ മാഷ്. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, അദ്ദേഹം സംഗീത സംവിധായകനാവുന്നതിന് മുൻപ് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. 70കളിലെ നടനായ രവികുമാറിന് വേണ്ടി ശബ്ദം കൊടുത്തിരുന്നത് രവീന്ദ്രൻ മാഷായിരുന്നു. അതോടൊപ്പം 80കളിലെ സൂപ്പർ താരമായ ശങ്കറിനും പല സിനിമകളിൽ രവീന്ദ്രൻ മാഷ് തന്നെയായിരുന്നു ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രവീന്ദ്രൻ മാഷ് മാത്രമല്ല പല സംവിധായകന്മാരും സിനിമകളിൽ പലർക്കും ശബ്ദം കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റുള്ള നടന്മാർക്ക് ശബ്ദം കൊടുത്ത അധികം ശ്രദ്ധിക്കാതെ പോയ സംവിധായകന്മാരിൽ ഒരാളാണ് പത്മരാജൻ. ഭരതന്റെ വൈശാലിയിൽ ബാബു ആന്റണിയുടെ രാജാവിന്റെ കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തത് സാക്ഷാൽ പത്മരാജൻ തന്നെയായിരുന്നു. ഒരു മാടപ്രാവിനെ പരുന്തിൽ നിന്ന് രക്ഷിക്കാൻ സ്വന്തം മാംസം അറുത്തെടുത്ത് തുലാസിലിട്ട ശിവ. അതോടൊപ്പം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആദ്യ സിനിമയായ നായകനിൽ ചെമ്പൻ വിനോദ് ജോസിന്റെ കഥാപാത്രത്തിന് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ളത് LJP തന്നെയായിരുന്നു. ഗോൾഡും പണവും പോയിട്ട് ഒരു മുട്ട് സൂചി പോലും താനൊന്നുണ്ടാക്കും. കഥ പറയുമ്പോൾ 2007-ലെ ശ്രീനിവാസൻ സിനിമയാണ് കഥ പറയുമ്പോൾ. കൃഷ്ണന്റെയും കുചേലിന്റെയും കഥ റെഫറൻസ് ആയി എടുത്തിട്ടാണ് സിനിമയുടെ കഥ ശ്രീനിവാസൻ എഴുതിയത്. എന്നാൽ ഈ സിനിമയ്ക്കുള്ളിൽ സിനിമ എന്ന് പറയുന്നത് പോലെ ഈ സിനിമയുടെ കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥയുണ്ട്. സിനിമയിലെ സൂപ്പർ സ്റ്റാറായ അശോക് കുമാറിന്റെ സുഹൃത്താണ് ശ്രീനിവാസന്റെ ബാലൻ എന്ന കഥാപാത്രം. അശോക് കുമാറിനെ സൂപ്പർ സ്റ്റാർ ആക്കിയത് ബാലനാണ്. അശോക് കുമാറിന്റെ ഉള്ളിലെ അഭിനേതാവിനെ കണ്ടെത്തുകയും പൈസ കൊടുത്ത് സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ബാലനാണെന്ന് അശോക് കുമാർ തന്നെ ഒരു വലിയ പ്രസംഗത്തിൽ സിനിമയുടെ ക്ലൈമാക്സിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ കഥയാണെങ്കിലും ശ്രീനിവാസൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു യഥാർത്ഥ സംഭവമായിരുന്നു ആ ഒരു കഥയാക്കി മാറ്റിയത്. ആ യഥാർത്ഥ കഥയിലെ നായകൻ മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ രജനീകാന്ത് ആയിരുന്നു. രജനീകാന്ത് ബാംഗ്ലൂരിൽ ബസ് കണ്ടക്ടർ ആയിരുന്ന സമയം നിർമ്മല എന്ന പെൺകുട്ടിയുമായി രജനീകാന്ത് പ്രണയത്തിലാകുന്നു. നാടകം കളിച്ചുകൊണ്ടിരുന്ന രജനീകാന്തിനെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി സിനിമ പഠിച്ച് നടനാവാൻ പ്രോത്സാഹിപ്പിച്ചത് നിർമ്മലയായിരുന്നു. പ്രോത്സാഹനം മാത്രമായിരുന്നില്ല, ഒരുപാട് പൈസ കൊടുത്തും അല്ലാതെയും നിർമ്മല രജനീകാന്തിനെ സഹായിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷയായ നിർമ്മല ഇന്ന് എവിടെയാണെന്ന് രജനീകാന്തിന് ഇത്ര നാളായിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജനീകാന്തിന്റെ അതേ ബാച്ച്മേറ്റ് ആയിരുന്ന ശ്രീനിവാസൻ ഈ ഒരു കഥ ഇൻസ്പയർ ചെയ്താണ് സൂപ്പർ സ്റ്റാർ അശോക് കുമാറിനെ സഹായിച്ച ബാലന്റെ കഥ എഴുതിയത്. ഞാനിപ്പോൾ ജീവിക്കുന്നത് ഒരിക്കലെങ്കിലും ആ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സിനിമയുടെ ക്ലൈമാക്സിൽ മമ്മൂട്ടി പറയുന്ന ആ ഒരു കഥ സിനിമയുടെ റീമേക്കിൽ രജനീകാന്ത് തന്നെ പറയുന്നത് വലിയൊരു കോയിൻസിഡന്റ് തന്നെയാണ്. പടയോട്ടം. ഇന്ന് മലയാള സിനിമയിൽ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഞെട്ടിക്കുന്ന ഗംഭീര സെറ്റുകൾ ഇട്ട് പണി കഴിപ്പിച്ച സിനിമകൾ നിർമ്മിക്കുന്നത് പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് സെറ്റിട്ട് ഞെട്ടിച്ച ഒരു സിനിമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1982-ൽ പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവനുമായി സിനിമാസ്കോപ്പിൽ ഷൂട്ട് ചെയ്ത് 70mm കൺവേർട്ട് ചെയ്ത 6 സ്റ്റീരിയോ സൗണ്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് പടയോട്ടം. ഫ്രഞ്ച് നോവലായ ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയിൽ നിന്നും പ്രചോദനം കൊണ്ടാണ് പടയോട്ടം നിർമ്മിച്ചത്. ഈ സിനിമ കണ്ടവർക്കറിയാം, വലിയ കൊട്ടാരങ്ങളും പടുകൂറ്റൻ കെട്ടിടങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് പടയോട്ടം. പടയോട്ടത്തിന്റെ 90% ഭാഗങ്ങളും ഷൂട്ട് ചെയ്തത് മലമ്പുഴ ഡാമിലും സമീപ പ്രദേശത്തുമാണ്.
അന്നത്തെ കാലത്ത് സിനിമാ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നത് പതിവായിരുന്നെങ്കിലും സിനിമയിലെ കോലത്തിരി കൊട്ടാരവും അവരുടെ അമ്പലങ്ങളും ആ ഒരു വലിയ ടൗൺഷിപ്പും പൂർണ്ണമായി സെറ്റിട്ട് ആർട്ട് വർക്കിലൂടെ ഉണ്ടാക്കിയെടുത്തതായിരുന്നു. സിനിമയിലെ പ്രധാന കഥാപാത്രമായ പ്രേം നസീറിന്റെ തമ്പാൻ വരുന്ന ഫ്ലോട്ടിംഗ് പാലസ് ആ ഒരു വലിയ കപ്പൽ മുഴുവനുമായി സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തതായിരുന്നു. 200-ലധികം ഡ്രമ്മുകൾ കെട്ടി അതിന്റെ മുകളിലായിരുന്നു ആ ഒരു ഫ്ലോട്ടിംഗ് പാലസ് ഉണ്ടാക്കിയെടുത്തത്. ആ ഫ്ലോട്ടിംഗ് പാലസിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളും കുതിരകളും മറ്റ് മൃഗങ്ങളും കയറി അഭിനയിക്കുമ്പോൾ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി വലിയ വടം കെട്ടിവെച്ചിരുന്നു. എന്നാൽ ഒരിക്കൽ അതിശക്തമായ കാറ്റ് ആ വടം പൊട്ടിക്കുകയും ഡാമിലൂടെ ആ ഒരു ഫ്ലോട്ടിംഗ് പാലസ് ഒഴുകി ദൂരേക്ക് പോവുകയും വലിയ അപകടമുണ്ടാവുകയും ചെയ്തിരുന്നു. 80കളുടെ തുടക്കത്തിൽ അന്ന് വരെ ആരും കാണാത്ത അത്രയും വലിയ സെറ്റിട്ട് ആർട്ട് വർക്കിലൂടെ ആ ഒരു സിനിമ ഉണ്ടാക്കിയത് ആർട്ട് ഡയറക്ടറായ എസ് കൊന്നനാട്ട് എന്നറിയപ്പെടുന്ന സ്വാമിനാഥൻ കൊന്നനാട്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് നിർമാല്യം, ചെമ്മീൻ, അലാവുദ്ദീൻ അത്ഭുത വിളക്കം, തച്ചോളി അമ്പ് പോലുള്ള 500-ലധികം സിനിമകൾക്ക് ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. നേരം 2013 അൽഫോൺസ് പുത്രൻ സിനിമയാണ് നേരം. ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നതും അൽഫോൺസ് പുത്രൻ തന്നെയാണ്. ഈ സിനിമയിലെ കൗതുകമുണർത്തിയ ഒരു കഥാപാത്രമാണ് ഷമ്മി തിലകന്റെ ഊക്കൻ ടെന്റു എന്ന പോലീസ് ഓഫീസർ. ഷമ്മി തിലകൻ സിനിമയിൽ പറഞ്ഞ ഒരു കിടിലൻ ഡയലോഗായിരുന്നു ഇത്. മോനെ നിന്റെ ഷഡ്ജത്തിൽ തുടങ്ങി പഞ്ചമത്തിലെത്തി മദ്യമടിച്ചു കളിക്കാനുണ്ടല്ലോ, ഒടുവിൽ നീ ഒരു ചെഞ്ചുരുട്ടി ആയി പോകും. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് അൽഫോൺസ് പുത്രൻ ആണെങ്കിലും ആ ഒരു ഐക്കോണിക് ഡയലോഗ് എഴുതിയത് അൽഫോൺസ് ആയിരുന്നില്ല, പകരം ഷമ്മി തിലകൻ തന്നെയായിരുന്നു. ഷമ്മി തിലകന്റെ ആ ഒരു ഡയലോഗ് കുറച്ചുകൂടി കൊഴുപ്പിക്കാൻ വേണ്ടിയാണ് ഡയലോഗുകളിൽ മാറ്റം വരുത്തി ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത ആ ഒരു വലിയ ഡയലോഗ് ഷമ്മി തിലകൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് എഴുതി ഡെലിവറി ചെയ്തത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2013 സൗമ്യ വധക്കേസ് അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന സിനിമയിൽ ഒരു ന്യൂസ് റിപ്പോർട്ടറായിട്ടാണ് മിനിസ്റ്റർ വീണ ജോർജ് അഭിനയിച്ചത്. ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.